ഇറാന്റെ ഉറ്റ സൗഹൃദ രാജ്യമാണ് റഷ്യ. ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ റഷ്യക്ക് തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഇറാന്റെ പ്രത്യേക ഡ്രോണുകളും മിസൈലുകളും റഷ്യക്ക് നൽകി റഷ്യയെ സഹായിച്ച രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാന്റെ 400-ലധികം വരുന്ന ഷഹീദ് മിസൈലുകളായിരുന്നു ഇറാൻ അന്ന് റഷ്യക്ക് നൽകിയത്. ആ ഇറാനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സഹായിക്കാൻ എന്താണ് റഷ്യ വരാത്തത്? എല്ലാ സൈനിക സാങ്കേതിക കരുത്തുമുണ്ടായിട്ടും ഏഷ്യയിലെ പശ്ചിമേഷ്യയിലെ മേഖലയിലെ ചൈനയുടെ മുഖ്യ സഖ്യകക്ഷിയായിട്ടും എന്തേ ചൈന വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടിരിക്കുമ്പോൾ നയതന്ത്ര പരിഹാര ഫോർമുലയുമായി രംഗത്ത് വരികയാണ് വൈകിയാണെങ്കിലും റഷ്യയും ചൈനയും. ഒരുപക്ഷേ അമേരിക്ക നേരിട്ട് ഇസ്രയേലിനൊപ്പം യുദ്ധരംഗത്തേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള കാരണങ്ങളിൽ ചിലതും ഈ രണ്ടു രാഷ്ട്രങ്ങളുടെയും ഇപ്പോഴും പ്രത്യക്ഷമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെക്കാത്ത അഭിപ്രായങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടുകൂടി പിന്നീട് പ്രതികരിക്കാമെന്നത് കൊണ്ടുമൊക്കെ ആയിരിക്കാം. റഷ്യയുടെ നിലപാടറിഞ്ഞ ശേഷം രംഗത്തേക്ക് വരാമെന്നത് കൊണ്ടാവാം 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തിയത് പോലും. പക്ഷേ ഈ 2 ആഴ്ച പോയിട്ട് യുദ്ധമാകുമ്പോൾ നമുക്കറിയാം 2 മണിക്കൂറും സെക്കൻഡുകളുമൊക്കെയാണ് ഓരോ ഗതിവിധികളും നിർണ്ണയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 2 മണിക്കൂർ കൊണ്ട് പോലും നിർണായകമായ ഗതിവിധികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ട്രംപിൻ്റെ പല നയങ്ങൾ പോലെ ഈ നയവും അസ്ഥാനത്ത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോക നേതാക്കളിൽ പലരും. ഇതിനുദാഹരണമാണ് അമേരിക്കയുടെ സൈനിക സ്ട്രാറ്റജിക് തലവൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിൽ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന് സന്നദ്ധമാണ് സൈന്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഭരണാനുമതി നൽകിയാൽ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ രംഗത്തേക്ക് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ രംഗപ്രവേശനം എന്നാണ് ട്രംപിൻ്റെ നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അമേരിക്കക്കൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചിരുന്ന ഫ്രാൻസ് ഉൾപ്പെടെ പഴയ യുദ്ധ താല്പര്യം പുറത്തെടുക്കാത്തതും ഇവിടെ അമേരിക്കയുടെ നിലപാടുകളുടെ മെല്ലപ്പോക്കിന് കാരണമായി എന്ന് വിലയിരുത്താം. ഇവിടെയാണ് റഷ്യയും ചൈനയും രംഗത്ത് വരാൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ റഷ്യ ഇടപെടും, അതോടെ അമേരിക്ക മറ്റു ഭാഗത്ത് ഇടപെടാതിരിക്കും അല്ലെങ്കിൽ ഇടപെടും എന്നൊക്കെയായിരുന്നു. അതങ്ങനെ ഒരു 3ാം വേൾഡ് വാറിലേക്ക് പോകും എന്നൊക്കെ. പക്ഷെ അതുകൊണ്ടുമായിരിക്കാം റഷ്യ ഇപ്പോൾ പതിയെ വീക്ഷിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് ഇടപെട്ട് തുടങ്ങിയത്. യുദ്ധവാർത്തകൾ നിരീക്ഷിക്കുന്നവരുടെ ആകാംക്ഷയായിരുന്നു എന്തുകൊണ്ടാണ് റഷ്യ ഇടപെടാത്തത്, ചൈന എവിടെ എന്നതൊക്കെ. റഷ്യയും ചൈനയും ഇടപെടാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഈ ഇടപെടൽ ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് റഷ്യ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ചൈനയാവട്ടെ മേഖലയിൽ തന്ത്രപ്രധാന പദ്ധതികളുടെ സഹായിയോ പങ്കാളിയോ എല്ലാമായ രാഷ്ട്രവുമാണ്. ചബഹാർ തുറമുഖ പദ്ധതിയും ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമെല്ലാമായി ഇറാൻ ചൈനയെ സഹായിക്കുന്നുണ്ട്. കൂടാതെ എണ്ണ ഊർജ്ജ വിതരണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നു. $30 ബില്യൺ ഇടപാടുകളും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ചൈന ഇടപെടുമെന്ന പ്രതീക്ഷ ഇറാനുണ്ട്. എന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്നും 2 ചരക്ക് വിമാനങ്ങൾ ടെഹ്റാനിൽ ഇറങ്ങിയത് മാത്രമാണ് ലോകത്തിന് മുൻപിൽ ഇതുവരെയുള്ള ചൈനയുടെ ഇറാനുമായിട്ടുള്ള ഒരു സഹായ കാഴ്ച. ഇതിൽ ആയുധമാണോ അല്ലെങ്കിൽ മറ്റെന്താണ് എന്നതൊന്നും തന്നെ നമുക്കാർക്കും വ്യക്തതയില്ല. റഷ്യയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഇറാന് മുമ്പിൽ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന സന്നദ്ധത മുന്നോട്ട് വെച്ചതാണ് യുദ്ധത്തിൽ റഷ്യയുടെ ഇടപെടലായി ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇസ്രയേലിൻ്റെ സുരക്ഷയെയും ഇറാൻ്റെ ആണവ നയങ്ങളെയും ബഹുമാനിക്കുന്ന പരിഹാരമാണ് വേണ്ടത് എന്നാണ് പുടിൻ്റെ പക്ഷം. ഇറാന് ആണവ രാജ്യമാകാം, പക്ഷേ ഒരിക്കലും ആണവായുധം പ്രയോഗിക്കില്ല എന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്ന സാമ്രാജ്യത്വ നിലപാടിൻ്റെ കൂടെ തന്നെയാണ് റഷ്യയുടെയും വിഷയത്തിലെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഇറാൻ ആണവരാഷ്ട്രമായി ഉയർന്നാൽ അത് ഇസ്രയേലിന് ഭീഷണിയായി ഉപയോഗിക്കപ്പെടില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുല തയ്യാറാക്കാനാണ് റഷ്യ മുന്നിൽ നിൽക്കുന്നത്. അതിന് റഷ്യ തയ്യാറാണ് എന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും പുടിൻ ഫോണിൽ സംസാരിച്ചു എന്നും 1 മണിക്കൂറോളം ഇരുവരും ഇക്കാര്യം സംസാരിച്ചു എന്നും ഷീ ജിൻപിങ്ങിൻ്റെ പിന്തുണ പുടിനുണ്ട് എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ സൈനിക നടപടി പാടില്ല എന്ന് അമേരിക്കക്ക് റഷ്യ ഒരു താക്കീത് പോലെയുള്ളൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അത് താക്കീത് എന്ന വാക്കിന് പറയാൻ പറ്റില്ലെങ്കിലും വളരെ ശക്തമായ ഒരു വാക്ക്
അമേരിക്കക്ക് റഷ്യ നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കക്കൊരു സന്ദേശം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉറച്ച അല്ലെങ്കിൽ ഒരു ആക്രമിക്കാൻ പാടില്ല എന്ന് കൃത്യമായ ഒരു മെസ്സേജ് നൽകിക്കൊണ്ടുള്ള ഒരു സന്ദേശമാണ് റഷ്യ നൽകുന്നത്. എന്നാൽ ഈ റഷ്യയുടെ ഈ ഒരു അഭിപ്രായത്തിന് പുടിനെ കളിയാക്കുന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത്. പുടിൻ ആദ്യം ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കട്ടെ എന്നായിരുന്നു ട്രംപിന്റെ കളിയാക്കൽ. ട്രംപിന്റെ മറുപടിയുമായി പുടിൻ്റെ ഓഫീസായ ക്രെംലിൻ രംഗത്ത് വരുന്നുണ്ട്. പുടിൻ്റെ വാഗ്ദാനത്തെ നിരസിക്കേണ്ടത് ട്രംപിൻ്റെ ഉത്തരവാദിത്വമല്ല, നിലവിൽ സംഘർഷത്തിൽ നേരിട്ടേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് റഷ്യ അതിന് മറുപടി പോലെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിൽ രാജ്യത്തെ സ്പെഷ്യലിസ്റ്റുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് റഷ്യ വെള്ളിയാഴ്ച അറിയിച്ചു. അവിടെ സ്ഥിതി സാധാരണ നിലയിലാണെന്നും നിയന്ത്രണത്തിലാണെന്നും റഷ്യയുടെ ആണവോർജ കോർപ്പറേഷൻ മേധാവി അലക്സി ലിഗാച്ചേവ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്തെ ആക്രമിക്കരുതെന്ന് ഇസ്രയേലിന് റഷ്യ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും ഇസ്രയേൽ നേതൃത്വം ആ മുന്നറിയിപ്പുകൾ വേണ്ട പോലെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ലിഗാച്ചേവ് വ്യക്തമാക്കുന്നത്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള റഷ്യ ഇസ്രായേലിന്റെ പക്ഷത്ത് US സൈനിക ഇടപെടലിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി എന്നതാണ് ഏറ്റവും അവസാനത്തേക്ക് വന്ന ഒരു വാർത്ത. എന്ന് വെച്ചാൽ ഈ 7 ദിവസമായി റഷ്യ ഈ വിഷയത്തിൽ മൗനമായിരുന്നു. ആ മൗനം ത്യജിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇറാൻ ആവട്ടെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇത്ര മതിയായിരുന്നില്ല എന്ന ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടില്ലെങ്കിൽ പോലും ലോക യുദ്ധ നിരീക്ഷകരെല്ലാം പങ്കുവെക്കുന്നത് റഷ്യ നേരെ കാലത്തെ തന്നെ ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യക്ക് തടയാൻ കഴിയുമായിരുന്നു എന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇതൊരു ഒരു നിലപാടിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ അമേരിക്ക പെട്ടെന്ന് ഇടപെടാതിരിക്കാൻ റഷ്യ ബുദ്ധിപരമായ മൗനം പാലിച്ച് അമേരിക്ക ഇടപെടുന്നു എന്ന ഘട്ടമെത്തിയാൽ തങ്ങളും ഇടപെടും എന്ന് പറയുകയും ഇതൊരു 3ാം ലോക യുദ്ധത്തിലേക്ക് ലോകത്തിലേക്ക് ഇത് കടക്കും എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കുക എന്ന് വെച്ചാൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഭാഗമായിട്ടാണ് റഷ്യയുടെ ഈ ഒരു നിലപാട് എന്നുമൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. ഏതായാലും റഷ്യ വിഷയത്തിൽ ഇടപെടുക അമേരിക്കയുടെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും എന്നത് വ്യക്തമാണ്. അമേരിക്കയും അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താതിരിക്കുന്നതും. ഇതിനിടെ ചൈനയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ചരക്ക് വിമാനങ്ങൾക്കൊപ്പം തന്നെ 2 കപ്പലുകൾ കൂടി അറേബ്യൻ കടലിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ 2 രാജ്യങ്ങൾക്ക് നേരെയും ഇരു രാജ്യങ്ങളും അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് വരെ ഇറാന്റെ മിസൈലുകൾ പതിച്ചു, മൈക്രോസോഫ്റ്റ് ഓഫീസിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന തരത്തിലൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രയേലിനകത്തു നിന്നുള്ള സെൻസറിങ് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ അപകടങ്ങൾ പുറത്തു വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവയെല്ലാം ഭേദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ്. ഇറാനിലും ഇതുപോലെ തന്നെ വലിയ ആക്രമണങ്ങൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. IDFൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കഴിഞ്ഞ ദിവസം രാത്രിയും പകലുമായി 100ഓളം ഇറാനിലെ ഇടങ്ങളിൽ തങ്ങൾ ബോംബാക്രമണം നടത്തി എന്ന സ്ഥിരീകരണമാണ് IDF നൽകുന്നത്. ഇതുപോലെ തന്നെ തിരിച്ചുമുള്ള ആക്രമണങ്ങൾ അവിടെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.